ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമായിട്ടുള്ള ബേക്ക്ഡ് ആൽഫ്രെഡോ പാസ്ത റെഡിയാക്കി എടുക്കാം. ഇതിവിടെ ചെറിയ മോൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പാത്രം കാലിയാവണത് അറിയില്ല കേട്ടോ. ഇവിടെ ഞാനൊരു പാക്കറ്റ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പിന് 2 കപ്പാണുള്ളത്. ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ചഡാർ ചീസ് വേണം. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ കാൽഭാഗമാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മിക്സാക്കി വെക്കുന്നുണ്ട്. അതിന് 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഇതിൻ്റെ ഗാർലിക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് പെപ്രിക്ക പൗഡറാണ്. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പെപ്രിക്ക പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒക്കെ ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ എന്തായാലും ഇട്ട് കൊടുക്കണം. പിന്നെ തൈമ് കയ്യിലുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇതും ഇങ്ങനെ പിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അതാ നമ്മൾ വേവിക്കാൻ വെച്ച പാസ്ത ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മൈദപ്പൊടി ചെറുതായിട്ടൊന്ന് ഒരു കളറൊക്കെ മാറി വരുന്ന ആ സമയത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ 1.5 കപ്പാണ് പാലെടുത്തിട്ടുള്ളത്. ഈ കട്ടകളൊക്കെ ഉടച്ചിട്ട് കുറേശ്ശായിട്ട് പാല് മുഴുവനും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു സ്ലൈസ് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ഊറ്റി വെച്ചിട്ടുള്ള പാസ്തയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ക്രീം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം ബട്ടർ തടവിയ ഒരു ട്രേയിലേക്ക് ഇത് മാറ്റാം. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും ഇങ്ങനെ ചീസ് വെച്ചുകൊടുക്കാം. ചീസൊക്കെ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇവിടെ മോൾക്കാണെങ്കിൽ നല്ലോണം ചീസ് ഇടണം, അതുകൊണ്ടാണ് ഞാനിത് ഇട്ടുകൊടുക്കുന്നത്. കാരണം നമ്മൾ ചഡാർ ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഇത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിൽ നല്ലോണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചീസൊക്കെ നല്ലോണം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ ചീസ് പൗഡർ ഉണ്ടെങ്കിൽ അത്, എന്നിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന സമയം വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല മൊഞ്ചാണല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കുന്നത് അത്ര വലിയ ഇഷ്ടമില്ല. മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.